നമ്മളുടെ കമ്പനിയിലെ സെയിൽസ് കുറവായത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നിങ്ങളുടെ പ്രൊഡക്റ്റിലോ, നിങ്ങളുടെ കമ്പനിയിലോ നിങ്ങൾക്ക് ഒരു സെയിൽസ് സ്ട്രാറ്റജി നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഹലോ എവരിവൺ, ഐ ആം മിഥുൻ മോഹൻ, സെയിൽസ് കൺസൾട്ടന്റ്. വെൽക്കം ടു എ ന്യൂ സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം സെയിൽസ് സ്ട്രാറ്റജിയെ പറ്റിയാണ്. നമ്മളുടെ എല്ലാവരുടെയും കമ്പനികളിൽ അല്ലെങ്കിൽ നമ്മൾ സെയിൽസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് സെയിൽസിൽ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ പുതിയതായി നമ്മൾ ഒരു സെയിൽസ് സ്ട്രാറ്റജി സെറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട 5 ടിപ്പുകളെ കുറിച്ചാണ് ഇന്നത്തെ ഈ സെഷനിൽ എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 5 കാര്യങ്ങളെ കുറിച്ചാണ്. ഈ 5 കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിലോ, നമ്മുടെ ബിസിനസ്സിലോ നമുക്കൊരു സെയിൽസ് സ്ട്രാറ്റജി സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്നാമതായി ഡെവലപ്പ് എ സെൻസ് ഓഫ് അർജൻസി. ആ വേർഡിൽ തന്നെ ഉണ്ട് അർജൻസി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അർജൻസി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ കസ്റ്റമറിനെ ആ പ്രൊഡക്റ്റ് അവർക്ക് അർജന്റ് ആണ് അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് വാങ്ങിയേ പറ്റൂ എന്നുള്ള ഒരു സെൻസ് ഓഫ് അർജൻസി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കസ്റ്റമറുടെ അടുക്കെ ഒരു പ്രൊഡക്റ്റ് ക്ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഒരു കസ്റ്റമറുടെ അടുക്കെ പ്രസന്റേഷൻ അവതരിപ്പിക്കുന്ന ടൈമിൽ ആ ഒരു അർജൻസി നമ്മൾ കസ്റ്റമറിലേക്ക് എത്തിക്കുക. എങ്ങനെ നമുക്ക് അർജൻസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റും കസ്റ്റമറോട്, സർ ഇതൊരു ലിമിറ്റഡ് പ്രൊഡക്റ്റ് ആണ്. ഇത്രയും പീസസ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ. നിങ്ങൾ ഇപ്പോൾ വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമറോട് പറയാൻ പറ്റും, ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൊമോഷൻ ഉണ്ട്. ഈ പ്രൊമോഷൻ ഉള്ളപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രൈസിൽ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കസ്റ്റമറെ കൊണ്ട് നമുക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ സാധിക്കും. അത് ആസ് എ സെയിൽസ് പേഴ്സൺ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലോ നമ്മുടെ കമ്പനിയിലോ വർക്ക് ചെയ്യുന്ന നമ്മളാണ് കസ്റ്റമറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു സെൻസ് ഓഫ് അർജൻസി ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ ടൈമിൽ നോർമലി ഒരു കസ്റ്റമറുടെ ബൈയിങ് മെന്റാലിറ്റിയിൽ വരുന്ന ഒരു കസ്റ്റമർക്ക് അപ്പോൾ അവർ ചിന്തിക്കും, ഇപ്പം ഞാൻ വാങ്ങിയില്ലെങ്കിൽ എനിക്ക് ഈ പ്രൈസിൽ കിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വാങ്ങിയില്ലെങ്കിൽ എനിക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടില്ല എന്നുള്ള ഒരു ചിന്ത അവരിലേക്ക് വരുമ്പോൾ അവർ ഇമ്മീഡിയറ്റ്ലി ഡിസിഷൻ എടുത്തിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. രണ്ടാമത്തെ ടിപ്പ്, മിനിമൈസ് വാട്ട് യു സേ. പുതിയതായി സെയിൽസിലേക്ക് വരുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ്, സെയിൽസിൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരും കൂടുതൽ സംസാരിക്കണം. കസ്റ്റമറുമായി കൂടുതൽ സംസാരിച്ചാൽ മാത്രമേ അവിടെ സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റൂ എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ കസ്റ്റമറുമായി കൂടുതൽ സംസാരിക്കാതെ എന്താണോ കസ്റ്റമർക്ക് വേണ്ടിയത്, കസ്റ്റമറെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ വേണ്ട പോയിന്റ്സ് മാത്രം പറഞ്ഞ് കസ്റ്റമറുടെ നീഡ് മനസ്സിലാക്കി. കസ്റ്റമർക്ക് എപ്പോഴും ഒരു സെയിൽസിൽ വർക്ക് ചെയ്യുന്ന നമുക്കറിയാം, നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ കസ്റ്റമർക്ക് ഒരു നീഡ് കാണും, അല്ലെങ്കിൽ കസ്റ്റമറുടെ ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷനായി ആയിരിക്കും നമ്മൾ നമ്മളുടെ പ്രൊഡക്റ്റിനെ അവിടെ പ്രസന്റ് ചെയ്യുന്നത്. അതും നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് കസ്റ്റമറെ കൺവിൻസ് ചെയ്യാനോ ഉള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. അല്ലാതെ നമ്മൾ കൂടുതൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും നമ്മുടെ സർവീസസിനെ കുറിച്ചും കൂടുതലായിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് കസ്റ്റമർക്ക് കേൾക്കാൻ താല്പര്യമുണ്ടായിരിക്കില്ല. കസ്റ്റമർ ആ പ്രൊഡക്റ്റ് വാങ്ങാതെ ഇരിക്കാനുമുള്ള സാധ്യത അവിടെയുണ്ട്. കൂടുതൽ നമ്മൾ സംസാരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് തോന്നും, നോർമലി ഉള്ള ഒരു സാധാരണ സെയിൽസ് പേഴ്സൺ ചെയ്യുന്നത് നമ്മൾ എല്ലാ ഷോപ്പുകളിലും പോകുമ്പോൾ കാണുന്നതാണ്. കൂടുതൽ അവർ സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ, നമ്മളൊരു കസ്റ്റമറായി ഒരു ഷോപ്പിൽ പോകുമ്പോൾ നമുക്ക് തോന്നും,
ഈ സെയിൽസ്മാൻ അല്ലെങ്കിൽ ഈ സെയിൽസ് പേഴ്സൺ നമ്മളെ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി പുഷ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫീലിംഗ് കസ്റ്റമർക്ക് വരും. അപ്പോ കസ്റ്റമറുടെ ഫോക്കസ് അവിടെ ഡിസ്ട്രാക്റ്റഡ് ആകുകയും കസ്റ്റമർ ആ പ്രൊഡക്റ്റ് വാങ്ങാതെ പോയി നമുക്ക് ആ സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റിനെ കുറിച്ചോ ഉള്ള കാര്യങ്ങൾ സംസാരിക്കാതെ നല്ലൊരു ലിസണർ ആകുക. കസ്റ്റമർ എന്താണോ പറയുന്നത് അത് ലിസൺ ചെയ്തിട്ട് നമുക്ക് കസ്റ്റമർക്ക് വേണ്ടിയ റൈറ്റ് പ്രൊഡക്റ്റ് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. മൂന്നാമതായിട്ടുള്ള ടിപ്പ് നോ യുവർ പ്രൊഡക്റ്റ് ആണ്. ഒരു സെയിൽസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണിത്. നോ യുവർ പ്രൊഡക്റ്റ്. എന്ത് പ്രൊഡക്റ്റ് ആണ് നമ്മൾ സെല് ചെയ്യുന്നത്, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല നോളജ് നമ്മൾക്കുണ്ടായിരിക്കണം. കസ്റ്റമർ എന്ത് ചോദ്യം നമ്മളോട് ചോദിച്ചാലും ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കസ്റ്റമർ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാനുള്ള അറിവ് നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. കസ്റ്റമർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് തന്നെ തോന്നും നമ്മൾ ആ പ്രൊഡക്റ്റിൽ ഉള്ള ഒരു നല്ല നോളജബിൾ പേഴ്സൺ ആണ്, നമ്മൾ ആ പ്രൊഡക്റ്റുമായിട്ട് നല്ല ഫെമിലിയർ ആണ് എന്നുള്ള ഒരു ഫീലിങ്സ് കസ്റ്റമർക്ക് വരും. അപ്പോൾ നമുക്ക് കസ്റ്റമർക്കും നമുക്കും ഇടയിലുള്ള ഒരു ട്രസ്റ്റ് വർദ്ധിക്കുകയും ചെയ്യും. നേരെ മറിച്ച് കസ്റ്റമർ എന്തെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ട് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഒരു ട്രസ്റ്റ് കുറയാനും കസ്റ്റമർ ആ പ്രൊഡക്റ്റ് വാങ്ങാതിരിക്കാനും ഉള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ നിൽക്കുന്ന ആളെന്ന നിലയിൽ അല്ലെ സെല് ചെയ്യാൻ നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയില്ലെങ്കിൽ ഒരിക്കലും കസ്റ്റമർ നമ്മളെ ട്രസ്റ്റ് ചെയ്യില്ല. അടുത്ത നാലാമത്തെ ടിപ്പാണ് ലേൺ ടു ഓവർകം എനി ഒബ്ജക്ഷൻ ടു ദ സെയിൽസ് ഒബ്ജക്ഷൻ. സെയിൽസിൽ വർക്ക് ചെയ്യുന്ന നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒബ്ജക്ഷൻ. നമ്മൾ എത്രയൊക്കെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞാലും പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞാലും കസ്റ്റമർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ ഒബ്ജക്ഷൻ പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു ഒബ്ജക്ഷനെ മറികടക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. നമ്മുടെ പ്രൊഡക്റ്റിൽ കോമൺ ആയിട്ട് കസ്റ്റമേഴ്സ് ചോദിക്കാൻ സാധ്യതയുള്ള ഒബ്ജക്ഷൻസ് എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഇന്ന ഒരു ഒബ്ജക്ഷൻ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ ആ ഒബ്ജക്ഷനെ മറികടക്കാൻ സാധിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ മുമ്പേ തന്നെ നമ്മൾ നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒബ്ജക്ഷൻസ് പഠിച്ച് അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ എപ്പോഴും പ്രിപ്പയർ ആയിരിക്കണം. എന്നാൽ മാത്രമേ കസ്റ്റമർ പറയുന്ന ആ ഒരു സെയിൽസ് ഒബ്ജക്ഷൻ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്തത് അഞ്ചാമതായുള്ള ടിപ്പാണ് ആസ്ക് എ ഫൈനൽ ടൈം. നമ്മൾ കസ്റ്റമറോട് പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ പ്രസന്റേഷൻ എടുത്തു, ഇതെല്ലാം കഴിഞ്ഞിട്ടും നമ്മൾ കസ്റ്റമറുടെ അടുക്കൽ നിന്നും പെട്ടെന്ന് മാറിപ്പോകാതിരിക്കുക. അടുത്തത് നമ്മൾ കസ്റ്റമർക്ക് പ്രസന്റേഷൻ കഴിഞ്ഞു, പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലോസിംഗിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ കസ്റ്റമറുടെ ഒരു മൈൻഡ് സെറ്റ് അത് വാങ്ങണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആ ഒരു കസ്റ്റമറുടെ അടുക്കൽ നിന്ന് മാറിപ്പോവുകയോ അല്ലെങ്കിൽ ആ ഒരു ടൈം ചേഞ്ച് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ക്ലോസിംഗ് നടക്കത്തില്ല. വീണ്ടും കസ്റ്റമറുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആയി പോവുകയും അവര് ആ പ്രൊഡക്റ്റിൽ നിന്നുള്ള ഫോക്കസ് മാറിക്കഴിഞ്ഞാൽ ഒരിക്കലും കസ്റ്റമർ ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യില്ല. ഇപ്പോ ഈ പറയുന്ന പോലെ നമ്മൾ പ്രസന്റേഷനും കാര്യങ്ങളും എല്ലാം എടുത്തു കഴിഞ്ഞാലും ചില കസ്റ്റമേഴ്സ് ഇമ്മീഡിയറ്റ്ലി ആ സെയിം ടൈമിൽ തന്നെ ഡിസിഷൻ എടുക്കില്ല. അപ്പോൾ അവരോട് ചോദിക്കുക, സാർ എപ്പോഴാണ് സാറിന് ഈ പ്രൊഡക്റ്റ് ആവശ്യമുള്ളത്, എപ്പോഴാണ് സാർ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുന്നതെന്നുള്ള ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു ടൈം അവരോട് ചോദിക്കുക. അപ്പം ആ കസ്റ്റമർ നമ്മളോട് ഒരു ടൈം, ഇന്ന ടൈമിലേക്കാണ് ഞാൻ നോക്കുന്നത്, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ആണ്, നെക്സ്റ്റ് മന്ത്, അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ ടൈമിലേക്ക് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ടൈമിൽ ഡയറക്റ്റ്ലി നമുക്ക് ആ ഒരു സെയില് ക്ലോസ് ചെയ്യാൻ സാധിക്കും. വീണ്ടും നമുക്കൊരു പ്രസന്റേഷൻ എടുക്കുകയോ അല്ലെങ്കിൽ കസ്റ്റമറുമായി നെഗോഷിയേറ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഇതെല്ലാ പ്രോസസ്സുകളും ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ കസ്റ്റമറോട്
എപ്പോഴാണ് കസ്റ്റമർക്കുള്ള ആവശ്യം എന്നുള്ള ആ ഒരു ഫൈനൽ ടൈം കസ്റ്റമറോട് എപ്പോഴും ചോദിച്ച് മനസ്സിലാക്കുക. ആ ടൈമിൽ നമ്മൾ കസ്റ്റമറെ വീണ്ടും ഫോളോ അപ്പ് ചെയ്യുക. ഇത്രയും 5 ടിപ്പുകളാണ് നമ്മളിവിടെ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഞാൻ ഈ 5 കാര്യങ്ങൾ ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഡെവലപ്പ് എ സെൻസ് ഓഫ് അർജൻസി ആണ്. ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത. രണ്ടാമതായി പറഞ്ഞത് മിനിമൈസ് വാട്ട് യു സേ. ഒരുപാട് നമ്മൾ സെയിൽസിലുള്ളവർ കണ്ടിന്യൂസ് ആയി സംസാരിക്കാതെ കറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ച് കസ്റ്റമറുടെ ആവശ്യം മനസ്സിലാക്കി സംസാരിക്കുക. മൂന്നാമതായി പറഞ്ഞത് നോ യുവർ പ്രൊഡക്റ്റ്. നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് വർദ്ധിപ്പിക്കുക. നാലാമതായി പറഞ്ഞത് ലേൺ ടു ഓവർകം എനി ഒബ്ജെക്ഷൻസ് ടു ദ സെയിൽസ്. നമ്മളുടെ സെയിൽസിൽ വരാൻ സാധ്യതയുള്ള, നമ്മളുടെ പ്രൊഡക്റ്റിൽ വരാൻ സാധ്യതയുള്ള ഒബ്ജെക്ഷൻസിനെ മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുക. ഫൈനൽ അഞ്ചാമതായുള്ള കാര്യം പറഞ്ഞത് ആസ്ക് എ ഫൈനൽ ടൈം ഫോർ ക്ലോസിംഗ്. I hope everyone is enjoying this session. Thank you so much for being with me. Thank you so much.